बन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। परम पिता शिव की गली का हार हो, परम पिता शिव की गली का हार हो। मधुबन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। महकोगे फूल बन के इस जहान में, महकोगे फूल बन के इस जहान में। चमकोगे चांद से अंधकार में, चमकोगे चांद से अंधकार में। तुम सृष्टि के श्रृंगार हो, तुम बहार हो। ഓം ശാന്തി. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ കേട്ടത്? ഗുരുക്കന്മാർക്കും മഹാമണ്ഡലേശ്വരന്മാർക്കും ബാബ എങ്ങനെ പരമാത്മ സന്ദേശം നൽകുന്നു അല്ലേ? ഇനി നമുക്ക് എൻ്റെ തുടർച്ച കേൾക്കാം. ए उपाधि धारण करना गोया सद्गुरु परमात्मा से विमुख करना. ബാബ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുറന്ന്. സദ്ഗുരു പരമാത്മാവിൽ നിന്ന് സാധാരണ ജനങ്ങളെ മുഖം തിരിപ്പിക്കലാണ് നിങ്ങൾ ഇപ്രകാരമുള്ള ടൈറ്റിലുകൾ സ്വയം അവരവരുടെ പേരിനോട് ചേർത്ത് സ്വയം സ്വീകരിച്ചിരിക്കുന്നത്. ജനങ്ങളെ സത്യമായ ഈശ്വരനിൽ നിന്ന് മുഖം തിരിപ്പിക്കുകയാണ്. इस प्रकार उन्हें बताया गया कि वे उपाधि धारण करके अपने नाम के साथ प्रयोग किए जाने की अनुमति या स्वीकृति देकर താങ്കളുടെ പേരിന് മുന്നിൽ ഈ ടൈറ്റിലുകൾ സ്വീകരിച്ച് അംഗീകരിച്ച് ഈ പേരിൽ ജീവിക്കുമ്പോൾ एक सद्गुरु परमात्मा से विमुख करने का कारण കോമൺ പബ്ലിക്കിനെ സാധാരണ ജനങ്ങളെ സത്യമായ സദ്ഗുരു പരമാത്മാവിൽ നിന്ന് മുഖം തിരിപ്പിക്കുന്ന ഘോരമായ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ബാബ എഴുതിയ കത്തിൽ. വലിയ പാപമാണിത്. ഈശ്വരൻ ആൾക്കാരെ മുഖം തിരിപ്പിക്കുക, ഗുരുവും സദ്ഗുരുവും ഒക്കെ ഞാനാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നതിലൂടെ. അങ്ങനെയാണല്ലോ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരായി മാറുന്നു. പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി അല്ല, പിന്നെ ഓർമ്മിക്കുന്നത് ആ ഗുരുവിനെയാണ്, ആ ഗുരുവിൻ്റെ ശരീരത്തെയാണ്, ആ ഗുരു പറഞ്ഞ കാര്യങ്ങളെയാണ്. രൂപവും എല്ലാം പിന്നെ മനസ്സിൽ ആ ഗുരുവിൻ്റെ വരുള്ളൂ. ഈശ്വരൻ്റെ സ്ഥാനം അങ്ങ് ആ ഗുരുവിന് കൊടുക്കുകയല്ല ചെയ്യണേ. എവിടെയാണെങ്കിലും നമുക്കത് കാണാം. പക്ഷേ ശിവബാബ എന്താ പഠിപ്പിച്ചേ? സദ്ഗുരു പരമാത്മാവാണ്. അതാണ് ബ്രഹ്മബാബ മറ്റെല്ലാവരിൽ നിന്നും ബ്രഹ്മബാബയ്ക്കുള്ള വ്യത്യാസം. ബ്രഹ്മബാബ ഞാൻ ഗുരുവാണെന്ന് പറഞ്ഞിരുന്നില്ല. ബ്രഹ്മബാബയെ ഓർമ്മിക്കാനും അനുവദിച്ചില്ല. ബ്രഹ്മബാബ എന്തു പറഞ്ഞു? ഞാനും ഒരു ആത്മാവാണ്, നിങ്ങളും ഒരു ആത്മാവാണ്, നമ്മളെല്ലാം പരമാത്മാവിൻ്റെ മക്കളാണ്. ഓർമ്മിക്കേണ്ടത് പരമാത്മാവിനെയാണ്. പരമാത്മാ നൽകുന്ന മുരളിയിലൂടെ കിട്ടുന്ന ഡയറക്ഷൻ എന്താണോ അത് നിങ്ങൾ എൻ്റെ കുട്ടികളെ പാലിക്കണം. അപ്പം ബ്രഹ്മബാബ തൻ്റെ മക്കളെ എല്ലാവരുടെയും ബുദ്ധിയോഗം ശിവബാബയിലേക്ക്, സദ്ഗുരുവിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ബാബയ്ക്ക് ഒരു സ്വയം ഒരു ഗുരുവിൻ്റെ മഹാമണ്ഡലേശ്വരൻ്റെ പരിവേഷം ഉണ്ടായില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ആഴ്ച മുരളിയിൽ തന്നെ ബാബ പറയുകയുണ്ടായില്ല. ഇന്നലെ മെന്നാന്ന മുരളിയിൽ എന്താ പറഞ്ഞ ബാബ? ഞാൻ ഒരു രണ്ടാം മുണ്ടൊന്നും ഇട്ടിട്ട് വലിയ കുറിയൊന്നും ഇട്ടിട്ട് നടക്കുന്ന ഗുരുവൊന്നുമല്ല. ഞാൻ ഗുരുവാണെന്ന് കാണിക്കാൻ വേണ്ടി എക്സ്ട്രാ എന്തെങ്കിലും ആടയാഭരണങ്ങളൊന്നും ബാബ ധരിച്ചിട്ടില്ല.
ബാബയുടെ വേഷം തന്നെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ അല്ലേ? ബാബയുടെ വേഷം നോക്കൂ, വെളുത്ത ബാബയുടെ ആ പൈജാമ കുർത്ത, ബാബയുടെ എത്ര സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു, ഒരു സാധാരണ മാനവൻ. അപ്പോൾ ബാബ അതുകൊണ്ട് പറയുകയാണ്, इस पर भी वो ये जो चाहते हैं कि गुरु ही ब्रह्मा, गुरु ही विष्णु, गुरु ही साक्षात महेश्वर अथवा परब्रह्म है, ये तो अक्षम्य पाप है, क्योंकि किसी भी मनुष्य की ब्रह्मा विष्णु महेश से तुलना करना. അപ്പോൾ ബാബ അടുത്ത പോയിൻ്റ് എടുത്തിട്ടു. കാരണം കീർത്തനത്തിൽ എന്താ പാടുന്നത്? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു സാക്ഷാത് മഹേശ്വരൻ എന്നാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ബ്രഹ്മാവും വിഷ്ണുവിനെയും ഗുരുവാണെന്ന് കാണിക്കുന്നു, സാക്ഷാത് മഹേശ്വരനാണ് ഗുരുവെന്ന് പാടുന്നു, നിങ്ങൾ നിങ്ങളെയും ഗുരുവെന്ന് പറയണം. അപ്പോൾ നിങ്ങളും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും താങ്കളെയും ഒന്നാണെന്നാണോ പറയണത്? തുല്യമാണെന്നാണോ ഇതിലൂടെ പറയുന്നത്? परमात्मा मानना तो गोया मनुष्य मात्र को इन तीनों देवताओं तथा उनके रचयिता ज्योतिष स्वरूप शिव परमात्मा से. അപ്പോൾ ബാബ കത്തിലെഴുതി ഇപ്രകാരം പറയുന്നതിലൂടെ താങ്കൾ എന്താ പാപം ചെയ്യുന്നത്? ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും അവരുടെ രചയിതാവായ ശിവ പരമാത്മാവിനെയും, ഈ മൂന്ന് ദേവതകളെയും ഈ മൂന്ന് ദേവതകളുടെ കൂടി രചയിതാവായ ജ്യോതിസ്വരൂപനായ ശിവപരമാത്മാവിനും മനുഷ്യഗുരുക്കന്മാരും ഒരുപോലെയാണെന്ന് സ്വയം സ്ഥാപിക്കുന്നത് പോലെയായില്ലേ? एक ऐसा अघन्य पाप है भारत में. പാപ പറഞ്ഞു, ഇത് ഭയങ്കര പാപമാണ്. गुरु भोले भाले जिज्ञासुओं को कहते हैं कि गुरु तो परमात्मा से भी बड़ा है, क्योंकि परमात्मा तो मनुष्य को इस संसार रूप माया जाल या दलदल में धकेलता है और गुरु उससे निकालने का कर्तव्य करता है. ഇങ്ങനെയും ചിലർ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്, പരമാത്മാവിനേക്കാളും വലിയ ആൾ ഗുരുക്കന്മാരാണ്. അങ്ങനെയും പഠിപ്പിക്കുന്നവരുണ്ട്. പറയണ ബാബ, പരമാത്മ മനുഷ്യനെ സംസാര സാഗരത്തിലേക്ക് പറഞ്ഞു വിട്ട ആളാണ്, ഇവിടുന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഗുരുക്കന്മാരാണ് എന്ന് വരെ പഠിപ്പിക്കുന്നവരുണ്ട്. ക്യാ ഇസ് പ്രകാർ കെ കഥനോപകഥൻ പരമാത്മ കി ഘോർ നിന്ദ കർക്കെ. അപ്പം ബാബ എന്താ പറയണേ? ഇതെല്ലാം യഥാർത്ഥത്തിൽ പരമാത്മാവിനെ നിന്ദിക്കുന്നതിന് സമാനമാണ്, ഈശ്വരനെ നിന്ദ ചെയ്യുന്നതിന് സമാനമാണ്. ഇപ്രകാരം പറയുന്നതിലൂടെ പരമാത്മാവിൻ്റെ ഘോരമായ നിന്ദ ചെയ്ത് മനുഷ്യൻ നാസ്തികനായിട്ട് മാറും പോലെയാണ്. മനുഷ്യരെ ഈശ്വരൻ്റെ അടുത്തുനിന്ന് മുഖം തിരിപ്പിക്കുന്നത് പോലെയാണ്. വാസ്തവമേ तो एक परमात्मा ही पतित पावन दुख हरता सुख करता है. വാസ്തവത്തിൽ പരംപിത പരമാത്മാവാണ് പതിത പാവനൻ. ഭഗവാനാണ് സർവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നത്. ദയാലു, കൃപാലു, ഇതെല്ലാം ഭഗവാനാണ്. ആ ഭഗവാൻ സത്യുഗി പാവന സൃഷ്ടിയുടെ രചയിതാവാണ്. मुक्ति जीवन मुक्ति दादावाണ്. परंतु क्या किया जाए, आज इस आभाग्य देश में इनको कोई निर्भय होकर कहता ही नहीं. പക്ഷേ എന്താ ചെയ്യാൻ കഴിയുക? ഈ ഭാരതഭൂമിയിൽ തന്നെ നിർഭയതയോടുകൂടി പരമാത്മാവിൻ്റെ പരിചയം ആരും കൊടുക്കുന്നില്ല. മാനവനെ ഈശ്വരനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല മാനവന്. എല്ലാ മാനവൻ്റെയും ബുദ്ധിയോഗം, ബാബയുടെ പരിചയം എല്ലാവർക്കും കിട്ടിയ ഭഗവാൻ ആരാണെന്നറിഞ്ഞ് എല്ലാവരുടെയും ബുദ്ധിയോഗം ആരുടെ അടുത്തേക്കേ പോവും? ഒരു ഈശ്വരൻ്റെ അടുത്തേക്കല്ലേ പോവുള്ളൂ. പിന്നെ ആരും ഗുരുക്കന്മാരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. തീർച്ചയായും ഗുരുക്കന്മാർക്ക് അല്ല, നല്ലത് പറഞ്ഞു തരുന്ന ആരാണെങ്കിലും അറിവ് പകർന്നു തരുന്നവർക്ക് നമ്മൾ ആദരവ് കൊടുക്കണം. പക്ഷെ ബുദ്ധിയോഗം വയ്ക്കേണ്ടത്, സ്മരിക്കേണ്ടത്, ഓർമ്മിക്കേണ്ടത്, പാപം ഭസ്മമാക്കാൻ ഓർമ്മിക്കേണ്ടത് ആരെ തന്നെയാണ്?
परमपिता परमात्माविനെയാണ്, ഈശ്വരനെയാണ്. मादेश्वरी जी द्वारा भेजे गए परिपत्र में उपरोक्त सभी बातें स्पष्ट रूप से लिखी गई थी. മമ്മയിലൂടെ എഴുതി എല്ലാവർക്കും അയച്ച ഈ കത്തുകളിൽ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം സ്പഷ്ടമാക്കിയിരുന്നു. सभी को ये सम्मति दी गई थी कि वे इस उपाधि को छोड़ दें. എന്നിട്ട് ഇപ്രകാരം ഒരു റിക്വസ്റ്റ് ബാബ എല്ലാവരോടും ചെയ്തു. ദയവ് ഇത് നിങ്ങൾ ഇപ്രകാരം സ്വീകരിച്ചിരിക്കുന്ന ടൈറ്റിലുകൾ, ഗുരു, സദ്ഗുരു, അല്ലെ മഹാമണ്ഡലേശ്വരൻ, ശ്രീ ശ്രീ, ഈ ടൈറ്റിലുകളെല്ലാം ദയവ് ഇത് വിടൂ. ഇത് നമുക്കുള്ളതല്ല. ഇതെല്ലാം ഭഗവാന്റെ മഹിമകളാണ്. എല്ലാവരോടും നിർഭയതയോടെ പരമാത്മാവിൻ്റെ പരിചയം കൊടുക്കൂ. മനുഷ്യർക്കെല്ലാം ഈശ്വരനെ പരിചയപ്പെടുത്തി കൊടുക്കൂ. ഹമേ സൂചന ദേതേ. എന്നിട്ട് ബാബ ഇതും കൂടി റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഈ പദവികളെ, ഈ പേരുകളെ വിടൂ. വിട്ടതിന് ശേഷം മറുപടിയും അയക്കൂ. ഞങ്ങൾ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം ഈ പേരുകൾ, ഈ ടൈറ്റിലുകളെല്ലാം ഞങ്ങളുടെ പേരിൽ നിന്ന് വിടുകയാണ്, മാറ്റുകയാണ്. ഇനി അഥവാ താങ്കൾ ഇതിന് തയ്യാറല്ല എങ്കിൽ, ഈ ടൈറ്റിലുകൾ വിടാൻ തയ്യാറല്ലെങ്കിൽ, തോ കൃപയ ഹമേ ബതായേ, ദേവി ഇത് ഞങ്ങളോട് പറയൂ. നിങ്ങൾ എന്ത് കാരണത്താലാണ് ഈ ടൈറ്റിലുകൾ വയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? അതൊന്ന് പറഞ്ഞു തരൂ. ഇപ്രകാരം ഈ കത്തിന് മറുപടിയും ചോദിച്ചിരുന്നു ബാബ. ഇസ് പത്ര കാ ഉത്തർ കിസി നെ നഹീ ദിയ. ഈ കത്തുകൾ എത്ര പേർക്ക് അയച്ചോ, ഒരു മഹാമണ്ഡലേശ്വരൻ എന്ത് ചെയ്തില്ല? ഈ കത്തിന് മറുപടി അയച്ചില്ല. ദേഖിയേ തോ കൈസി ബാത് ഹൈ. ആലോചിച്ച് നോക്കൂ. കിസി നെ ഭീ ഇസ് പത്ര കാ ഉത്തർ നഹീ ദിയ. ആരും ഈ കത്തുകൾക്ക് ഒരു ഗുരുക്കന്മാരിൽ നിന്നും മറുപടി കിട്ടിയില്ല. ഇതിൽ നിന്നെന്താ സ്പഷ്ടമായത്? ഈ ടൈറ്റിലുകൾ വിടാൻ, അവരവരുടെ പേരിനോടൊപ്പം ചേർത്ത് ഈ ടൈറ്റിലുകളെ വിടാൻ ആരും തയ്യാറല്ല എന്നർത്ഥം. ഇത്രയധികം അവർക്ക് ആ ടൈറ്റിലുകളോട് മോഹമാണ്. വോ ചോട് ബി നഹീ സക്തേ. അതുകൊണ്ട് അവർക്കത് വിടാൻ കഴിയുന്നില്ല. മിഥ്യയായ ഈ ടൈറ്റിലുകളെ ധാരണ ചെയ്ത് ഇത് തങ്ങളുടെ പ്രസ്റ്റേജാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നവർ എങ്ങനെ ഇത് വിടും? കൂടാതെ ഉൻകെ പാസ് ഐസെ ഭി കോയി യുക്തി നഹീ ജിസെ പേഷ് കർക്കെ വോ കഹ് സകെ ഇൻ കാരണോ സെ. രണ്ടാമത് ഇതും പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ഈ ടൈറ്റിൽ വിടാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കത്തിന് മറുപടി തരൂ. എന്ത് കാരണത്താലാണ് നിങ്ങളുടെ പേരിനോടൊപ്പം ഈ ടൈറ്റിലുകൾ ചേർത്ത് ഉപയോഗിക്കുന്നത്? നിങ്ങൾ അതിനുള്ള അധികാരം എന്താണ്? അതിനുള്ള യോഗ്യത എന്താണ് അവരവരിലുള്ളത്? ആ ചോദ്യത്തിനും മറുപടി ആരും അയച്ചില്ല. കാരണം അവർക്ക് ഏതുപാധി, എന്ത് കാരണത്താൽ തങ്ങളിത് ധാരണ ചെയ്തിരിക്കുന്നു എന്ന് പറയാനും കഴിയില്ല. ഇസ് പരിപത്ര അഥവാ സമ്മതി പത്ര കെ ബാദ് जब कभी किसी महामंडलेश्वर इत्यादि से मिलने का अवसर हुआ. അപ്പം ജഗദീഷ് ഭായ് മറ്റൊരു അനുഭവം പറയുന്നത്, ഈ കത്തുകൾ നാനാഭാഗത്തും ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ ഗുരുക്കന്മാർക്ക് അയച്ചതിന് ശേഷം അവർ റിപ്ലൈ ചെയ്തില്ലെന്ന് മാത്രമല്ല, പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ അവരെ ആരെയെങ്കിലും കാണാനുള്ള ചാൻസ് കിട്ടിയ സമയത്ത് അവർ ഈ കത്ത് അയച്ചതിൻ്റെ പേരിൽ രോഷം കൊള്ളുകയാണ് ചെയ്തത്. നിങ്ങളെ ബ്രഹ്മകുമാരീസിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് ഞങ്ങൾക്ക് അയക്കാൻ നിങ്ങൾ അയച്ചു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം പച്ചയായ സത്യത്തെ സ്വീകരിക്കാൻ പലരും തയ്യാറായിരുന്നില്ല. മിഥ്യാഭിമാനം, അവർക്ക് ആ മിഥ്യാഭിമാനത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ഈ ചോദ്യങ്ങൾ കുറച്ചും കൂടി അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ സഹായിച്ചുള്ളൂ. എല്ലാവരും അവരവരുടേതായ അഭിമാനത്തിലിരിക്കുകയല്ലേ.
അപ്പം അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചതുപോലെയാണ് അവർക്ക് തോന്നിയത്. അതുകൊണ്ട് ദേഷ്യം വരികയാണ് ചെയ്തത് കത്ത് വായിച്ചിട്ട്. बाबा ने पहले ही बताया दिया था कि इनमें से कोई भी इस नकली उपाधि को छोड़ेगा नहीं. കത്തയക്കുന്നതിന് മുമ്പേ ബാബ പറഞ്ഞിരുന്നു, ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ അസത്യമായ പേരുകൾ വിടാൻ ഇവർ ആരും തയ്യാറാവില്ല. ബാബ ने बहुत ही शिष्ट एवं मधुर भाषा में सभी को. പക്ഷേ ബാബയുടെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാവരും ബാബയുടെ മക്കളാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വളരെ സ്നേഹത്തോടും ആദരവോടും എന്നാൽ മധുരമായ ഭാഷയിൽ സത്യജ്ഞാനത്തിൻ്റെ ബോധം ഉണ്ടാക്കി കൊടുക്കുക. जिन्हें अपनी पंडिताई का गर्व है वो भला मिथ्या शान को छोड़ने की हिम्मत कहाँ रखते. പക്ഷേ ഓരോരുത്തരും അവരവരുടേതായ മിഥ്യയായ പാണ്ഡിത്യത്തിൽ അഭിമാനം കൊണ്ടിരിക്കുന്നവർ അവർ ആ സ്ഥാനമാനമൊക്കെ വിട്ട് താഴേക്ക് വരാൻ എവിടെ ധൈര്യം കാണിക്കണേ? अब एक और तो जन जन को ईश्वरीय संदेश दिया जा रहा था. ഇപ്രകാരം ഓരോരുത്തർക്കും ഈശ്വരീയ സന്ദേശം നൽകി ജനമംഗളം ചെയ്തുകൊണ്ടിരുന്നു. दूसरी ओर ब्रह्मवत्सों को सृष्टि के आदिमध्य अंत के इतिहास का. മറുഭാഗത്ത് ബാബ ബ്രഹ്മകുമാർ കുമാരിമാർക്ക് സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യ രഹസ്യത്തെക്കുറിച്ചും പുനരാവർത്തിയെക്കുറിച്ചും രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചും ഉള്ള ദർശനം, ഫിലോസഫിയും എത്തിക്സും സത്യജ്ഞാനത്തിലൂടെ നൽകിക്കൊണ്ടിരുന്നു. ബാബ कहते कि अन्य विश्वविद्यालयों में जो शिक्षा लेते. എൻ്റെ ബാബ പറഞ്ഞു, മറ്റു യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഡോക്ടർ ഓഫ് ഫിലോസഫി PhD ഒക്കെ എടുക്കുന്നവരുണ്ടല്ലോ, ഉൻകി അപ്നി റുഹാനി ബിമാരി ഹോ തോ ജാതി ഹി നഹിം. എന്നിട്ട് ബാബ പറഞ്ഞിരുന്നു, അവർ PhD എടുത്ത് ഡോക്ടറായാലും ഡോക്ടറേറ്റ് എടുത്താലും അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ആത്മീയമായ രോഗങ്ങളെ ചികിത്സിക്കാനോ ഭേദപ്പെടുത്താനോ കഴിയില്ല. വിശ്വമേ ശാരീരിക് മാനസിക് അഥവാ ആധ്യാത്മിക് രോഗ് തോ ബഡ്താ ഹി ജാതാ ഹൈ. ലോകത്തിലെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ രോഗം കൂടുകയാണ്. പരന്തു ഇസ് ഈശ്വരീയ വിശ്വവിദ്യാലയ കി ശിക്ഷ സേ. പക്ഷേ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ പഠിപ്പിലൂടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് രോഗശോകങ്ങളിൽ നിന്നെല്ലാം മുക്തമായി സദാ ആരോഗ്യവും സദാ സുഖവും സദാ ശാന്തിയുമുള്ള ലോകത്തിൽ 21 ജന്മം രാജകീയ ജീവിതം ജീവിക്കുന്നതിന് ഈ ആധ്യാത്മിക ശിക്ഷണത്തിലൂടെ കഴിയും. ജോ അന്യ കിസി സേ നഹി ഹോത്ത. ഈ ജ്ഞാനം മറ്റാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല. अब आगे क्या हुआ वो പഠിയേ. ഇനി മുന്നോട്ട് നിങ്ങൾ പഠിക്കൂ. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ. അപ്പോൾ ഇത്രയും സമയം നമുക്ക് എന്താ മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നേ അല്ലേ? ബാബ ജനമംഗള സേവ, പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളുടെ സേവനത്തിനൊപ്പം തന്നെ അല്ലേ, ദേശവിദേശത്ത് രാജ്യത്തലവന്മാർക്കും ധാർമ്മിക നേതാക്കന്മാർക്കും ഗുരുക്കന്മാർക്കും മഹാമണ്ഡലേശ്വരന്മാർക്കും എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന തരത്തിൽ പരമാത്മ സന്ദേശം നൽകാൻ ഏതെല്ലാം യുക്തികളാണ് കണ്ടുപിടിച്ചത്. അതാണ് നമ്മൾ ഇത്രയും സമയം മനസ്സിലാക്കിയത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏ സഹി അർത്ഥമേ യൂണിവേഴ്സിറ്റി ഹേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് ലോകത്തിൽ പറയുന്നത് യൂണിവേഴ്സിറ്റിയാണ്. ബാബ നമ്മളെ പഠിപ്പിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി ഇത് അർത്ഥസഹിതമായ യൂണിവേഴ്സിറ്റിയാണ്. എന്താ കാര്യം? ഇത് യൂണിവേഴ്സിന് മുഴുവൻ വിശ്വത്തിന് വേണ്ടി ബാബ ആരംഭിച്ച വിദ്യാലയമാണ്. വിശ്വത്തിലുള്ള മക്കളെല്ലാവരും ഈ ഒരേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. മാത്രമല്ല പഠിപ്പിക്കുന്നതോ ഈ യൂണിവേഴ്സിറ്റിയിൽ
ഒരേ ഒരു ടീച്ചർ, ഒരേ ഒരു പാഠ്യപദ്ധതി അല്ലേ. അതുകൊണ്ട് ബാബ പറയണേ അർത്ഥവത്തായ യൂണിവേഴ്സിറ്റി ഇതാണ്. भारत की संसद ने एक कानून पास किया जिसके अनुसार सरकार द्वारा कायम किए गए विश्वविद्यालय के सिवाय अन्य कोई भी विश्वविद्यालय के नाम में യൂണിവേഴ്സിറ്റി शब्द का प्रयोग नहीं कर सकता. ആ സമയത്തുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെൻറ്, ഭാരത സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സർവകലാശാലകൾ ഒഴികെ മറ്റ് ഒരു സ്ഥാപനങ്ങളും തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിനോട് ചേർത്ത് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. വിശ്വവിദ്യാലയം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഗവൺമെൻറ് പോളിസി ആയിരുന്നു. ഈ നിയമം കൊണ്ടുവന്നു. കാനൂൻ പാസ് ഹോനെ പർ ബാബാനെ കഹാ, പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ് നമ്മുടെ യജ്ഞത്തിൻ്റെ പേര് അറിയപ്പെട്ടിരുന്നത്. ഈ നിയമം പാസ്സാക്കിയപ്പോൾ ബാബ പറഞ്ഞു, യൂണിവേഴ്സിറ്റി അനുദാൻ ആയോഗ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് ഒരു ലെറ്റർ അയക്കാൻ പറഞ്ഞു ബാബ. ब्रह्मा कुमारी ईश्वरीय विश्वविद्यालय तो सही अर्थ में एक यूनिवर्सिटी है. ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം ശരിയായ അർത്ഥത്തിൽ ഇത് യൂണിവേഴ്സിറ്റിയാണ്, മുഴുവൻ വിശ്വത്തിനുള്ള വിദ്യാലയമാണിത്. അപ്പോൾ എങ്ങനെ ഈ പേര് മാറ്റും? അത് ഈ विश्वविद्यालय को इस बारे में इस एक्ट का एक एक्सम्पशन माना जाए. बाबा പറഞ്ഞു നമുക്ക് എക്സംഷൻ തരണം എന്ന് പറഞ്ഞു. बाबा ने कहा कि उन्हें लिखा जाए कि ईश्वरीय विश्वविद्यालय में तो यूनिवर्स माना विश्व के पिता, शिक्षक और सदगुरु परम पिता शिव परमात्मा स्वयं ही शिक्षा देते. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് നിവേദനം സമർപ്പിക്കാൻ പറഞ്ഞു ബാബ. ഈ വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത് മുഴുവൻ യൂണിവേഴ്സിറ്റിൻ്റെ പിതാവ്, പരമപിതാവ്, പരമസദ്ഗുരു, സ്വയം പരമാത്മാവാണ് ഇവിടുത്തെ അധ്യാപകൻ. ഈ ശിക്ഷാമേ യൂണിവേഴ്സ് കെ ആദിമത്ത്, രണ്ടാമത്തെ പോയിൻ്റ് എഴുതാൻ പറഞ്ഞു ബാബ. ഈ വിശ്വവിദ്യാലയത്തിലെ പാഠ്യപദ്ധതി, ലെസൺസ് മുഴുവൻ യൂണിവേഴ്സിൻ്റെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അങ്ങനെയാകുമ്പോഴും ഇത് യൂണിവേഴ്സിറ്റിയാണ്. ജ്ഞാൻ കെ ഫൽസ്വരൂപ്, മൂന്നാമത്തെ പോയിൻ്റ് ബാബ എഴുതാൻ പറഞ്ഞു. ഈ ജ്ഞാനത്തിൻ്റെ റിസൾട്ടായിട്ട് വിശ്വമഹാരാജനും വിശ്വമഹാറാണി ശ്രീലക്ഷ്മി ശ്രീനാരായണന് സമാനം വിശ്വത്തിൽ അഖണ്ഡതയുള്ള നിർവിഘ്ന സ്വരാജ്യ പദവി നേടാനാണ് ഇവിടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അതിലെന്തുണ്ട്? വിശ്വമഹാരാജൻ, വിശ്വമഹാറാണി. इसके परिणाम स्वरूप यूनिवर्स की सब समस्याओं का समाधान एक साथ हो जाता तथा इस यूनिवर्स में सतयुग आ जाता है. ഈ പഠിപ്പിലൂടെ മുഴുവൻ യൂണിവേഴ്സിലെ സർവ്വ സമസ്യകൾക്കുള്ള സമാധാനം കിട്ടാണ്. മുഴുവൻ യൂണിവേഴ്സും സത്യുഗമായി മാറും. ഈ പോയിന്റുകളൊക്കെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനുള്ള നിവേദനത്തിൽ അയക്കാൻ വേണ്ടി ബാബ പറഞ്ഞു. തുടർന്നുള്ള ഭാഗം നമുക്ക് കേൾക്കാം അല്ലേ. നമുക്ക് ബാബയുടെ യജ്ഞത്തിൻ്റെ പേര് മാറ്റാൻ പറ്റില്ല. ഈശ്വരീയ വിശ്വവിദ്യാലയം, സർവകലാശാല, ആ പേര് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള യുക്തികൾ ബാബ എന്തൊക്കെ കണ്ടുപിടിച്ചു ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ. ബാക്കി നമുക്ക് നാളെ കേൾക്കാം.
बन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। परम पिता शिव के गले का हार हो, परम पिता शिव के गले का हार हो। मधुबन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। महकोगे फूल बन के इस जहान में, महकोगे फूल बन के इस जहान में। चमकोगे चांद से अंधकार में, चमकोगे चांद से अंधकार में। तुम सृष्टि के श्रृंगार हो, तुम बहार हो, तुम सृष्टि के श्रृंगार हो, तुम बहार हो। मधुबन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। छाई है दुख की रात, अब प्रभात आएगी। तुम्हारी रूहानी चाल सबके मन लुभाएगी। छाई है दुख की रात, अब प्रभात आएगी। तुम्हारी रूहानी चाल सबके मन लुभाएगी। तुम प्रेम के अवतार हो, बहार हो, तुम प्रेम के अवतार हो, तुम बहार हो। मधुबन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। जहान के तुम नूर हो, प्रकाश फैलाओ। सबके दिलों की आस हो, दुख दर्द मिटाओ। जहान के तुम नूर हो, प्रकाश फैलाओ। सबके